ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നാൽ മറ്റൊരു വിവരം വരുന്നത് ജസ്പ്രീത് ബുംറ രണ്ടാം ടെസ്റ്റിൽ കളിക്കില്ല എന്നുള്ളതാണ്. ബുംറ രണ്ടാം ടെസ്റ്റിൽ കളിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് ബോളിംഗിൽ വളരെ വെല്ലുവിളി സൃഷ്ടിക്കും. വർക്ക് ലോഡ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി 3 ടെസ്റ്റുകളിൽ മാത്രമാണ് താൻ കളിക്കുകയെന്ന് ബുംറ നേരത്തെ തന്നെ ടീം മാനേജ്മെന്റിനെ അറിയിച്ചിരുന്നു. ഇതിന് പ്രകാരമാണ് ഒന്നിടവിട്ട ടെസ്റ്റുകളിൽ താരം കളിക്കുന്നത്. ഈ കാര്യം ഗൗതം ഗംഭീർ നേരത്തെ പ്രസ് കോൺഫറൻസിൽ സൂചിപ്പിച്ചതാണ്. ജസ്പ്രീത് ബുംറ രണ്ടാം ടെസ്റ്റിൽ കളിപ്പിച്ചില്ലെങ്കിൽ ഗൗതം ഗംഭീറും ശുഭ്മാൻ ഗില്ലും എടുക്കുന്ന മണ്ടൻ തീരുമാനമാകുമെന്ന് മുൻ കോച്ചും കമന്റേറ്ററുമായ രവി ശാസ്ത്രി പറഞ്ഞിരിക്കുകയാണ്. ബുംറയെ തീർച്ചയായും രണ്ടാം ടെസ്റ്റിൽ കളിപ്പിക്കണം. മറിച്ച് വിശ്രമം നൽകാൻ അനുവദിച്ചാൽ ഇന്ത്യ ഈ ടെസ്റ്റിന് തോൽക്കുമെന്നാണ് താരം പറയുന്നത്. ബുംറയ്ക്ക് ഇന്ത്യ വിശ്രമം നൽകുകയാണെങ്കിൽ പകരക്കാരനായി അർഷദീപ് സിംഗിനെ ആയിരിക്കും ഇന്ത്യ ഇറക്കുക. കൂടാതെ ഷർദുൽ താക്കൂറിന് പകരം നിതീഷ് കുമാർ റെഡ്ഡിയും ടീമിൽ ഇടമടിക്കാൻ സാധ്യതയുണ്ട്. ഷർദുൽ താക്കൂറിന് മികച്ച പ്രകടനം ബാറ്റിങ്ങിലും ബോളിങ്ങിലും നടത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ താരത്തിന് വിശ്രമം അനുവദിക്കാൻ സാധ്യതയുണ്ട്. എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യക്ക് അത്ര മികച്ച റെക്കോർഡല്ല ഉള്ളത്. 8 ടെസ്റ്റുകൾ കളിച്ച ഇന്ത്യ ഒരെണ്ണം പോലും ജയിക്കാൻ സാധിച്ചിട്ടില്ല. 8 ടെസ്റ്റുകൾ കളിച്ച ഇന്ത്യ 7 എണ്ണത്തിലും തോൽവിയാണ് അടങ്ങിയിട്ടുള്ളത്. ഒരു മത്സരം സമനിലയിലും അവസാനിക്കുകയായിരുന്നു. ബൗളിംഗ് ശക്തമാക്കാൻ ഇന്ത്യ കുൽദീപ് യാദവിനെയും കളിപ്പിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് പകരം ആകാശ് ദീപിനെയും ഉൾപ്പെടുത്താൻ സാധ്യതയില്ലാതില്ല. അതുകൊണ്ട് തന്നെ രണ്ടാം ടെസ്റ്റ് ഇന്ത്യക്ക് എന്തുകൊണ്ടും വെല്ലുവിളി നിറഞ്ഞതാണ്. മികച്ച പ്രകടനം ബാറ്റിങ്ങിലും ബോളിങ്ങിലും നടത്തിയാൽ മാത്രമേ ഇന്ത്യക്ക് ഈ ടെസ്റ്റിൽ തിരിച്ചു വരവുള്ളൂ. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.